ഹായ് ഓൾ, എല്ലാവർക്കും സൈലം SSC RRBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരന്റ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ, ഹിസ്റ്ററിയിലെ ഏൻഷ്യൻ ഇന്ത്യയിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ, അതെങ്ങനെ നമുക്ക് ഡീകോഡ് ചെയ്യാം, വരുന്ന പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു പാറ്റേൺ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ 2018 RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദീതട സംസ്കാരമാണ് ഇതിന് ആസ്പദം. സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ കോപ്പറും ടിന്നും മിക്സ് ചെയ്ത് എന്താണ് ഉണ്ടാക്കിയത്? അതായത് ഹിസ്റ്ററിയിലെ ഒരു കെമിസ്ട്രി ചോദ്യമാണത് കേട്ടോ. കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്ത് എന്താണ് ഉണ്ടാക്കിയത്? അപ്പോൾ കോപ്പറും ടിന്നും മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാവുന്ന സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് ഉത്തരം കിട്ടും. ഇത് ഹിസ്റ്ററിയിലെ ചോദ്യമാണെന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി നമുക്ക് പല കാര്യങ്ങൾ അറിയാം. ഇൻഡസ് വാലിയിൽ ഏറ്റവും കൂടുതൽ ആർട്ടിഫാക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം എന്ത് മെറ്റൽ അല്ലെങ്കിൽ അലോയ് ആണ്? അത് ബ്രോൺസ് ആണ്, വെങ്കലമാണ് അല്ലേ? ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് നമ്മൾ ഇൻഡസ് വാലിയെ വിളിക്കുന്ന ഒരു പേര് വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്നാണ്. അതായത് ബ്രോൺസ് ഏജിലായിരുന്നു ഇൻഡസ് വാലി വന്നിരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ബ്രോൺസ് ആണ്. അങ്ങനെ ഉത്തരം ബ്രോൺസിലേക്ക് എത്തണം. ഇനി ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എലിമിനേഷൻ ഓപ്ഷൻ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം കോപ്പറും EM അല്ലെങ്കിൽ ടിന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്വർണ്ണം ഉണ്ടാവില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് സ്വർണ്ണം കടത്തേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വർണ്ണം അങ്ങനെ ഉണ്ടാക്കിയാൽ പോലെ. അപ്പൊ സ്വർണ്ണമല്ല, ഇരുമ്പ് അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അലോയുഗം വളരെ പിന്നീടാണ് വന്നത്. കണ്ണാടി, മിറർ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അല്ല. അപ്പോൾ ഓപ്ഷൻ എലിമിനേഷനോടെ നിങ്ങൾക്ക് വെങ്കലം എന്നൊരു ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഏത് കാലഘട്ടമാണ്? വേദകാലഘട്ടമാണ്. വേദകാലഘട്ടം. അപ്പൊ വേദകാലഘട്ടം നമുക്കറിയാം, ഇൻഡസ് വാലി കാലഘട്ടത്തിന് ശേഷം ജനങ്ങൾ സിന്ധുവിന്റെ ഭാഗത്തു നിന്നും ഗംഗ യമുന താഴ്വരയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ആര്യൻ ഇൻവേഷൻ, ഫ്ലഡ് അല്ലെങ്കിൽ ഡ്രോട്ട്, അങ്ങനെ പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ ഗംഗയുടെയും യമുനയുടെയും ഭാഗത്തേക്ക് എത്തുന്നുണ്ട്, അവിടെ സെറ്റിൽ ആകുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ വേദങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്കറിയാം there are 4 വേദാസ്, 4 വേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഏറ്റവും പഴയ വേദമായിട്ടുള്ള ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. 4 വേദങ്ങളുണ്ട്. അപ്പൊ ഈ വേദങ്ങളെ പറ്റിയുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ഏത് വേദത്തിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ ഉള്ളത്? വിച്ച് വേദ ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് വേഴ്സസ്? അപ്പൊ ഏതാ ഉത്തരം? പറഞ്ഞ് ഋഗ്വേദമാണോ, അല്ലെങ്കിൽ സാമവേദമാണോ, യജുർവേദമാണോ, അഥർവവേദമാണോ? എന്താണ് ഉത്തരം? ഉത്തരം എഗെയിൻ വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട വേദമാണ് ഏറ്റവും വലുത്. മറ്റുള്ള വേദങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വേദം കൂടിയാണ് എന്ത്? ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പൊ ഋഗ്വേദത്തിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രങ്ങൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം മന്ത്രങ്ങളെ പറ്റി സിംപ്ലി ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വർഷം നമ്മളോട് എത്ര മന്ത്രങ്ങളാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഋഗ്വേദത്തിൽ മനസ്സിലാക്കുക 10552 മന്ത്രങ്ങളാണുള്ളത്. 10552 മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങളെ അവർ സൂക്തങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 1028 സൂക്തങ്ങൾ വരുന്നത്. ചില RRB പരീക്ഷയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു JEE പരീക്ഷയ്ക്ക് ഋഗ്വേദത്തിൽ എത്ര മന്ത്രങ്ങളുണ്ട് എന്നതിന്റെ ഉത്തരം ഞാൻ 1028 എന്ന് കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്. ഋഗ്വേദത്തിലെ മന്ത്രങ്ങളുടെ എണ്ണം 10552 ആണ്. അവരെ ഗ്രൂപ്പ് ചെയ്ത് 1028 സൂക്തങ്ങളാക്കിയിട്ടുണ്ട്. വീണ്ടും അതിനെ ഗ്രൂപ്പ് ചെയ്ത് 85 അനുവാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിനെ ഗ്രൂപ്പ് ചെയ്ത് 10 മണ്ഡലങ്ങളാക്കിയിട്ടുണ്ട്. അപ്പൊ ഋഗ്വേദം എന്ന് പറയുമ്പോൾ 10 മണ്ഡലങ്ങളുള്ള ഒരു ബുക്കാണ്. 10 മണ്ഡലങ്ങൾ ചേർന്ന് 85 അനുഭാഗങ്ങളാകുന്നു. അവ ചേർന്ന് 1028 സൂക്തങ്ങളും അവ ചേർന്ന് 10552 മന്ത്രങ്ങളും ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം ദ ലാർജസ്റ്റ് വേദ, ദ ഓൾഡസ്റ്റ് വേദ എന്നെല്ലാം പറഞ്ഞാൽ ഉത്തരം ഋഗ്വേദം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വേദങ്ങളെ തന്നെ സംബന്ധിച്ചാണ്. ഓരോ വേദത്തിനും ഓരോ പർപ്പസ് ആണ്, ഓരോ വേദത്തിലും ഓരോ രീതിയിലാണ് മന്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഋഗ്വേദം എന്നാൽ, ഋഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൈസ് എന്നാണ്. അതായത് ദൈവങ്ങളെ പ്രകീർത്തിക്കുക, ദൈവങ്ങളെ പ്രകീർത്തിച്ച് പ്രീതി മേടിക്കുക എന്നുള്ളതാണ് ഋഗ്വേദത്തിലെ മന്ത്രങ്ങളുടെ ഉദ്ദേശം. സാമവേദം, സാമ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, സോങ് അല്ലെങ്കിൽ സംഗീതം പോലെയാണ് സാമവേദത്തിലെ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ളത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം. യജുർ എന്ന് പറയുമ്പോൾ നിങ്ങൾ യാഗം അല്ലെങ്കിൽ യജ്ഞം എന്ന് ഓർത്താൽ മതി. മിക്കവാറൊക്കെ നിങ്ങളുടെ വീടുകളിൽ പൂജകളൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ആ മന്ത്രം ചൊല്ലുന്നത് ഏത് വേദത്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൂജാരി മിക്കവാറും പറയാൻ പോകുന്ന ഉത്തരം യജുർവേദം അല്ലെങ്കിൽ ഋഗ്വേദം എന്നായിരിക്കും. അപ്പൊ യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും വേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങളുടെ വേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം യജുർവേദം. ഫൈനലി നമുക്കറിയാം അഥർവവേദം. അഥർവവേദം അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മമ്മൂക്കയുടെ ഒരു സിനിമയുണ്ട്, അഥർവം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ബ്ലാക്ക് മാജിക്
ബ്ലാക്ക് മാജിക് ആണ്. അതായത് എങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം, എങ്ങനെ ഒരു പ്രണയിനിയെ കണ്ടെത്താം, പരീക്ഷ പാസ്സാവാൻ പാടുണ്ടോ, എങ്ങനെ പരീക്ഷ മന്ത്രങ്ങളിലൂടെ പാസ്സാവും, ദുർമന്ത്രങ്ങളിലൂടെ പാസ്സാവും, അല്ലെങ്കിൽ ശത്രുക്കളെ എങ്ങനെ നിഗ്രഹിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ബ്ലാക്ക് മാജിക് ഉൾപ്പെടുന്ന വേദം, ദുർമന്ത്രവാദങ്ങളൊക്കെ പറയുന്ന വേദമാണ് അഥർവ വേദം എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ അഥർവം സിനിമയിലും അത് തന്നെയാണ് കാര്യം. അപ്പൊ ക്ലിയർ ആണല്ലോ? നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ദ ബുക്ക് ഓഫ് റിച്വൽസ് അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ വേദം ഏതാണ്? ഉത്തരം യജുർവേദം. ക്ലിയർ? സാമവേദം സംഗീതത്തിന്റെ സോങ് ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. വേദങ്ങളോട് ചേർന്ന് പിൽക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട തത്വചിന്തകളാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ എന്താണ് ഉപനിഷത്തുക്കൾ? ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളോട് ചേർന്ന് പിൽക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട തത്വചിന്തകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 വേദങ്ങളുണ്ട്. ഇതാ നോക്കിയേ, ഈ 4 വേദങ്ങളിലും പിൽക്കാലത്ത് എന്തുണ്ടായിട്ടുണ്ട്? ഉപനിഷത്തുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എത്ര ഉപനിഷത്തുകളാണ് ഉള്ളത് എന്ന് ഉത്തരം അറിയാവുന്നവരെന്ന് പറയുക. എത്ര ഉപനിഷത്തുകളാണ് ഉള്ളതെന്ന് ഉത്തരം അറിയാവുന്നവർ പറയുക. അപ്പോൾ ഓരോ വേദത്തിനോട് ചേർന്നും ഉപനിഷത്തുകളുണ്ട്. അതിൽ ചിലത് പ്രധാനപ്പെട്ട മേജർ ഉപനിഷത്തുകളാണ്, ചിലത് മൈനർ ഉപനിഷത്തുകളാണ്. അപ്പോൾ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ഈ 4 വേദങ്ങളുമായിട്ട് ചേർന്ന് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 10ഓളം ഉപനിഷത്തുകളുണ്ട്. ഐത്തരേയ ഉപനിഷത്ത്, അല്ലെങ്കിൽ മുണ്ടക ഉപനിഷത്ത്, കേന ഉപനിഷത്ത്, ചാന്തോഗ്യ ഉപനിഷത്ത്. അതിന്റെ ലിസ്റ്റ് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഇതൊരു ഹോംവർക്ക് ആയിട്ട് എടുക്കുക. 10 ഉപനിഷത്തുകളെ പറ്റിയും നോട്ട് എഴുതുക. വളരെ ബ്രീഫായിട്ട് ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കഥ, ഈ കാര്യങ്ങൾ മാത്രം നോക്കുക. അപ്പോൾ ഈ 10 വേദത്തിൽ പറയാത്ത, അത്ര പ്രധാനമല്ലാത്ത ഒരു മൈനർ ആയിട്ടുള്ള ഒരു ഉപനിഷത്ത്, ഒരു ചെറിയൊരു ഉപനിഷത്താണ്. ആ ഉപനിഷത്തിനെ പറ്റിയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഈ ഉപനിഷത്തിൽ ഏതിലാണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്? വസുദൈവ കുടുംബകം നമുക്കറിയാം, ദ വേൾഡ് ഈസ് വൺ ഫാമിലി എന്നാണ് വസുദൈവ കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രാധാന്യം കൂടുതലാണ്. കാരണം ഇന്ത്യ G20 എന്ന് പറയുന്ന കൂട്ടായ്മയെ ഹോസ്റ്റ് ചെയ്തു. ഇന്ത്യ വാസ് ദ ഹോസ്റ്റിംഗ് കൺട്രി. 2023 ഇന്ത്യയാണ് G20യെ ഹോസ്റ്റ് ചെയ്തത്. ഈ G20യുടെ ഒഫീഷ്യൽ തീമും വസുദൈവ കുടുംബകമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷയിൽ ഇതൊന്നുകൂടെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വസുദൈവ കുടുംബകം ഏത് ഉപനിഷത്തിന്റെ ഭാഗമാണ്? ഉത്തരം മഹാ ഉപനിഷത്ത്. അപ്പൊ സ്ഥിരം ചോദിക്കുന്ന ഉപനിഷത്തുകൾ 10 പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഈ 10 പെടുന്ന ഉപനിഷത്തുകളാണ് ചാന്തോഗ്യ ഉപനിഷത്ത്, ഏറ്റവും പഴയ ഉപനിഷത്തുകളിൽ ഒന്നായിട്ടുള്ള ബൃഹദാരണ്യക ഉപനിഷത്ത്, അതുപോലെ കഥ ഉപനിഷത്ത് അല്ലെങ്കിൽ കഥോപനിഷത്ത്. യെസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ കേട്ടിട്ടുള്ള തത്വമസി എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു കാര്യം, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ കൂട്ടുകളായിട്ട് പല സമയത്ത് പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉപനിഷത്തുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സത്യമേവ ജയതേ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അറ്റ്ലീസ്റ്റ് ആ 10 ഉപനിഷത്തുകളെങ്കിലും ഈ 10 ഉപനിഷത്തുകളെങ്കിലും ഒരു ഹോംവർക്ക് പോലെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു ചോദ്യം. ദ ടെമ്പിൾസ് അറ്റ് ഖജുരാഹോ വെയർ ബിൽഡ് ഡ്യൂറിംഗ് വിച്ച് ഡൈനാസ്റ്റി? അതായത് 2022 ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചത്, 2022 വിഷയത്തിൽ ചോദിച്ചാണ്. ഖജുരാഹോ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ച രാജവംശം ഏതാണെന്ന്. നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ നേരെ ഓപ്ഷനിലേക്ക് പോവുക. എഗെയിൻ ഓപ്ഷൻ എലിമിനേഷൻ. ലോധി രാജവംശം. ലോധി എന്ന് പറയുന്നത് നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ രാജവംശമാണ്. ഒരു ഇസ്ലാമിക് രാജവംശമാണ്. ഇസ്ലാമിക് രാജവംശം ക്ഷേത്രങ്ങൾ പണിയുക എന്നുള്ളത് പ്രോബബ്ലി നോട്ട് പോസിബിൾ. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി നോക്കുക, ഗസ്നി രാജവംശം. ഗസ്നി, മഹമ്മൂദ് ഓഫ് ഗസ്നി, പിൽക്കാലത്ത് വന്ന മുഹമ്മദ് ഗോരിയൊക്കെ നമ്മൾ മിഡീവൽ ഇന്ത്യയിലാണ് കാണുന്നത്. അപ്പോൾ ഗസ്നി ഇന്ത്യ ഭരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഗസ്നി ഇപ്പോൾ സോമനാഥ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പുതിയൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ലോധിയെയും ഗസ്നിയെയും എലിമിനേറ്റ് ചെയ്യാം. ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം, എടുത്തു പറഞ്ഞു തന്നിട്ടൊരു കാര്യം, ഈ ഗുഹാക്ഷേത്രങ്ങൾ കേവ് ടെമ്പിൾസിൽ നിന്ന് മാറി സ്ട്രക്ചറൽ ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പണി കഴിപ്പിക്കാൻ തുടങ്ങിയത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. സോ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം AD 3, 4, 5 നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഗുപ്തന്മാരുടെ ക്ഷേത്രങ്ങൾ പലതും തകർന്നു പോയിട്ടുണ്ട്. വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ആ ക്ഷേത്രങ്ങൾ അവശേഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോജിക്കലി സ്പീക്കിംഗ് 9, 10 നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ സെൻട്രൽ ഭാഗം, മധ്യഭാഗം ഭരിച്ചിരുന്ന ചന്ദേല ഡൈനാസ്റ്റിയാണ് ഇതിന്റെ ഉത്തരം. അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഖജുരാഹോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഖജുരാഹോയിൽ ഒരുപാട് മോണുമെന്റ്സ് ഉണ്ട്. ഖജുരാഹോയിലെ മോണുമെന്റ്സ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് അതിന്റെ ലൈംഗികത അല്ലെങ്കിൽ ഇറോട്ടിക് കണ്ടന്റിനാണ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സ് നമുക്ക് ഖജുരാഹോയിൽ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇവർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ഈ ഒരു ടെമ്പിളിനെ പറ്റി ചോദിച്ചത്? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും, രാജവംശത്തിന്റെ പ്രാധാന്യം കാരണമല്ല. ബിക്കോസ് ചന്ദേലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ രാജവംശമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് അതിന്റെ കീ കാരണം ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, ലോക പൈതൃക പട്ടികയിൽ
ഇടം നേടിയിട്ടുള്ള നിലവിൽ 43 സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകളെ പറ്റി ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ള 43 സൈറ്റുകളെ നമ്മൾ നോട്ട് ചെയ്യുകയാണ്. ഇതിൽ കുറച്ച് കൾച്ചറൽ സൈറ്റുകളാണ്, കുറച്ച് നാച്ചുറൽ സൈറ്റാണ്. നാച്ചുറൽ സൈറ്റുകൾ നമ്മൾ നോക്കണ്ട, ചില നാഷണൽ പാർക്കുകളും വെസ്റ്റേൺ ഗാർഡ്സ് പശ്ചിമഘട്ടൊക്കെയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യപ്പെട്ട അസാമിലെ അഹോം രാജവംശത്തിന്റെ ചറൈദോ മൊയ്താംസ് ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശാന്തിനികേതൻ, വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതൻ, ടാഗോറിന്റെ ശാന്തിനികേതൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തെലങ്കാനയിലെ രാമപ്പ രുദ്രേശ്വര ക്ഷേത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താജ്മഹൽ, അജന്ത, എല്ലോറ കേവ്സ് ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇവയെല്ലാം ഈ 43 എണ്ണത്തിൽ വരുന്നു. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ അതിന്റെ ഉത്തരം മാത്രം തേടി പോകാതെ എന്തുകൊണ്ട് ആ ചോദ്യം ചോദിച്ചു എന്ന് കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അടുത്ത വർഷത്തെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനി പ്രത്യേകിച്ച് നമ്മളാർക്കും കൈക്കൂലി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അടുത്തൊരു ചോദ്യം വായിച്ചേ. ജൈന മതത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 6-ാം നൂറ്റാണ്ടില് BC 6-ാം നൂറ്റാണ്ടില് 6th century BC ഹിന്ദു മതത്തിൽ നിന്ന് മാറിയുണ്ടായ കുറച്ച് മതങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ജൈനമതം, ബുദ്ധമതം, ആജീവിക മതം, ചാർവാക മതം. ഇതൊക്കെ നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിൽ പഠിക്കുന്നതാണ്. അപ്പൊ ജൈന മതത്തിലെ ജൈന സന്യാസികൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാരണങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതില് ഏതാണ് കൈവശപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ ഒന്നിനോടും അത്യാഗ്രഹം കാണിക്കാതിരിക്കുക? ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ അക്വിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ടേമുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപരിഗ്രഹ, ബ്രഹ്മചര്യ, ആസ്തേയ, അഹിംസ. അഹിംസ എന്ന് പറയുന്ന നോൺ വയലൻസ് ആണ് ജൈന മതത്തിന്റെ കേന്ദ്ര തത്വം. പിൽക്കാലത്ത് ഗാന്ധിജി വളരെ ഫേമസ് ആക്കിയ ഒരു പ്രിൻസിപ്പിളാണ് അഹിംസ എന്ന് പറയുന്നത്. ആസ്തേയ, ബ്രഹ്മചര്യം. യെസ്, അപ്പോൾ മോഷ്ടിക്കരുത്, സത്യം മാത്രം പറയണം, സത്യ. ആസ്തേയ, നോട്ട് ടു സ്റ്റീൽ, മോഷ്ടിക്കരുത്. ബ്രഹ്മചര്യം അതായത് സെലിബസി. ചില ജൈൻ സന്യാസികൾ വിവാഹം കഴിക്കില്ല, അങ്ങനെ ഒരു സെലിബേറ്റ് ലൈഫാണ് അവർ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നോൺ അക്വിസിഷൻ അല്ലെങ്കിൽ ഒരു സാധനങ്ങളോട് അത്യാഗ്രഹം പാടില്ല, കൈവശപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതിന്റെ ഉത്തരം അപരിഗ്രഹ എന്നാണ് കേട്ടോ. അപ്പോൾ അപരിഗ്രഹമാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ ജൈന മതത്തിനെ പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ വർഷവും ജൈനമതത്തിനും ബുദ്ധമതത്തിനും പ്രാധാന്യം കൂടുതലാണ്. നമ്മളോട് സിഖ് മതത്തിനെ പറ്റി ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം സിഖിസത്തിൽ ഒരു പ്രധാനപ്പെട്ട കോറിഡോർ, കർത്താർപൂർ കോറിഡോർ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും. കർത്താർപൂർ സാഹിബ് കോറിഡോർ എഗ്രിമെന്റ് ഇന്ത്യയും പാകിസ്ഥാനും പുതുക്കിയത് ഈ അടുത്താണ്. ഓക്കെ, ബാബ ഗുരു നാനാക്ക് എന്ന് പറയുന്ന സിഖിസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗുരുവിന്റെ സൈറ്റാണ്. അതുകൊണ്ട് സിഖ് മതത്തിനെ പറ്റി ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ രത്തൻ ടാറ്റ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ അവസാനത്തെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരു പാർസി മതക്കാരനായിരുന്നു. പാർസി മതം, ഫയർ ടെമ്പിൾ തുടങ്ങിയ കാര്യങ്ങൾ വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ പാർസികളെ പറ്റി അല്ലെങ്കിൽ സൊറോവാസ്ട്രിയൻസിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഡി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. RRB പലതവണ ചോദിച്ചിട്ടുണ്ട് സൊറോവാസ്ട്രിയൻ മതത്തിനെ പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വാർത്തകളിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള GK പോർഷൻസ് എടുക്കുന്നത്. ഓക്കെ, ജൈനമതത്തിനെ പറ്റി പറയുന്ന മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് കാണാം. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരൻ ആരാണ്? അപ്പൊ നമുക്കറിയാം ജൈനമതത്തിലെ ദൈവങ്ങളെ ദൈവതുല്യരായിട്ടുള്ളവരെ വിളിക്കുന്ന പേര് തീർത്ഥങ്കരന്മാരെന്നാണ്. there are 24 തീർത്ഥങ്കരാസ്. 24 തീർത്ഥങ്കരന്മാരുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ തീർത്ഥങ്കരനും അവസാനത്തെ തീർത്ഥങ്കരനുമാണ്. അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. ഋഷഭനാഥൻ, നേമിനാഥൻ, പാർശ്വനാഥൻ, പിന്നെ വർദ്ധമാന മഹാവീരൻ. ഋഷഭനാഥൻ, ഋഷഭം എന്ന് പറയുമ്പോൾ കാളയാണ്. ഈ 24 തീർത്ഥങ്കരന്മാരെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം ഇവരുടെ താഴെയുള്ള സിമ്പിൾ നോക്കുക എന്നുള്ളതാണ്. ഓരോ തീർത്ഥങ്കരന്റെയും പ്രതിമയോട് ചേർന്ന് ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഋഷഭനാഥൻ ആരാണ്? ഫസ്റ്റ് തീർത്ഥങ്കര, ഒന്നാമത്തെ തീർത്ഥങ്കരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സിമ്പിൾ പേര് പറയുന്ന പോലെ ഋഷഭം, കാള അല്ലെങ്കിൽ ബുള്ളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യ തീർത്ഥങ്കരൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. അത്ര തന്നെ പ്രാധാന്യം, അതിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് 24ാമത്തെ അവസാനത്തെ തീർത്ഥങ്കരനാരാണ്? അവസാനത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ഓക്കെ, ബുദ്ധിസത്തിൽ ബുദ്ധൻ എന്തായിരുന്നു അത്രയധികം പ്രാധാന്യമുള്ള ജൈനമതത്തിലെ ഒരു തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അദ്ദേഹം 24ാമത്തെ തീർത്ഥങ്കരനാണ്. ഇനി നിങ്ങൾക്ക് ഒരു ജൈനക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് വർദ്ധമാന മഹാവീരനാണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിമയുടെ താഴെ നോക്കുക. ഇഫ് ദ സിംബൽ ഈസ് ലയൺ, താഴെ കാണുന്നത് സിംഹമാണെങ്കിൽ അദ്ദേഹം വർദ്ധമാന മഹാവീരനാണ്. ഇതേപോലെ 23ഉം 22 സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനികളാണ് പാർശ്വനാഥൻ, നേമിനാഥൻ, ശംഖ്, അതുപോലെ പാമ്പ്, സ്നേക്ക്. ഇതൊക്കെയാണ് ഇവരുടെ സിംബൽസ്. അപ്പോൾ വർദ്ധമാന മഹാവീരൻ ഉൾപ്പെടുന്ന തീർത്ഥങ്കരന്മാര് ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ഇപ്പോഴും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ എന്ന് വിളിക്കുന്ന വ്യക്തി. ചാണക്യനും കൗടില്യനും ഒന്ന് തന്നെയാണ് കേട്ടോ. ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി ചാണക്യൻ തന്നെയാണ് കൗടില്യൻ.
ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേര് എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് വിഷ്ണുഗുപ്ത. അപ്പൊ പേരിൽ ഗുപ്ത 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 എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം ഗുപ്ത കാലഘട്ടം എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം. കൗടില്യനും അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൃതിയും ഏത് കാലഘട്ടത്തെ പറ്റി, ആരുടെ ഭരണകാലത്തെ കാലഘട്ടത്തെ പറ്റിയാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ABCD നോക്കുക. ഗുപ്ത, മൗര്യ, പ്രതിഹാര, രാഷ്ട്രകൂട. ഇതില് ഗുപ്ത മൗര്യന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും. പ്രതിഹാര, ഗുർജര പ്രതിഹാരസ് കുറച്ച് പേര് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ കനൗജൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിച്ച കനൗജ് ട്രയാങ്കിൾ വാറിന്റെ ഒരു പ്രധാനികളായിരുന്നു ഗുർജര പ്രതിഹാരസ്. നോർത്തേൺ ഭാഗം ഭരിച്ചിരുന്നവരാണ്. രാഷ്ട്രകൂടന്മാർ കർണാടക ഭാഗം പ്രധാനമായിട്ട് ഭരിച്ചിരുന്നവരാണ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ ഗുപ്തയും മൗര്യയുമാണ്. ചരിത്രം നമ്മൾ വളരെ രസകരമായിട്ട് പഠിക്കും. അതായത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്ന സമയത്ത്, ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തക്ഷശില ഭാഗത്തുണ്ടായിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവാണ് ചന്ദ്രഗുപ്ത മൗര്യനെന്നും ആ യുവാവ് അലക്സാണ്ടറിന്റെ പാത പിന്തുടർന്ന് ഇന്ത്യയിലെ നന്ദ രാജവംശത്തിനെ തോൽപ്പിക്കുന്നു, ധനനന്ദയെ തോൽപ്പിക്കുന്നു, ഭരണം പിടിക്കുന്നുവെന്നും അതിന് നന്ദ രാജവംശത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു ഉപദേഷ്ടാവ് അദ്ദേഹത്തിനെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. അങ്ങനെ ആ സഹായിക്കുന്ന വ്യക്തിയുടെ പേരാണ് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ എന്ന് പറയുന്നത്. ആ സഹായിക്കുന്ന വ്യക്തി ആരെ സഹായിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യനെ. എഗൈൻ മൂപ്പരുടെ പേരിലും ഗുപ്തനുണ്ട്. പക്ഷെ ചന്ദ്രഗുപ്ത മൗര്യൻ ആരാണ്? മൗര്യ രാജവംശത്തിന്റെ സ്ഥാപകനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ, ബിന്ദുസാരൻ, അശോകൻ ഇവരാണ് മൗര്യ രാജവംശത്തിലെ പ്രധാനപ്പെട്ട 3 രാജാക്കന്മാർ. അച്ഛൻ, മകൻ, ചെറുമകൻ. ഈ 3 പേരും വളരെ പ്രധാനപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം മൗര്യ രാജവംശം. അപ്പോൾ ഈ ഒരു അപ്രോച്ചിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി എന്നല്ല ഏതൊരു പരീക്ഷയും നമുക്ക് എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതേപോലെ മറ്റുള്ള വിഷയങ്ങളും കണക്ട് ചെയ്ത് എന്തുകൊണ്ട് ചോദിച്ചു, ഏത് കൂടുതൽ ചോദിക്കും, ഏതിനാണ് പ്രാധാന്യം കൂടുതൽ എന്നാണ് നമ്മൾ സൈലത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നിങ്ങളെ സജ്ജരാക്കാനായി സൈലം റെയിൽവേസ് ലോഞ്ച് ചെയ്യുന്ന പുതിയൊരു ബാച്ചാണ്, പുതിയൊരു ക്രാഷ് കോഴ്സ് ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി ടർബോ ബാച്ച്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് RRB ഗ്രൂപ്പ് ഡിക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ മുതലെടുക്കണമെന്ന് തന്നെ ഞാൻ പറയും. സോ ഡു ജോയിൻ ടർബോ ബാച്ച്.